കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് ഇന്റർനാഷണൽ മോഡൽ ഓഫ് എ സ്പീക്കർ. അതിന്റെ പ്രൊഫഷണാലിറ്റിയും അതിന്റെ മൗണ്ടിങ്ങും ക്ലാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ. ആ മാഗ്നറ്റും അതിന്റെ കോഴ്സൊക്കെ നോക്കിക്കേ, വേറെ ലെവലല്ലേ. സിനിമ 60 എന്ന് പറഞ്ഞ മോഡൽ, അത് 7.2 ചാനലാണ്. 7.2 ആണ് സിനിമ 60. അതെ അതെ. സിനിമ 50 വരുമ്പോഴത്തേക്കും 9.2 ആണ്. അതായത് വേൾഡിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ് പ്രൊജക്ടേഴ്സും അവരിവിടെ ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ സൗണ്ടിനെ സ്നേഹിക്കുന്ന സൗണ്ട് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന AV ഡിജിറ്റൽ എന്ന സ്ഥാപനമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സബ്വൂഫേഴ്സ്, AV റിസീവേഴ്സ്, സൗണ്ട് സിസ്റ്റംസ് എല്ലാം ഇവരുടെ പക്കൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ 14 ജില്ലകളിലും ഇവർക്ക് സർവീസ് ഉണ്ട്. ഇവർ വീട്ടിൽ വന്ന് ഇവർ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് തരും. അത് എത്ര ചെറിയ സ്പേസ് ആയിക്കോട്ടെ, എത്ര വലിയ സ്പേസ് ആയിക്കോട്ടെ, എത്ര വലിയ ബഡ്ജറ്റ് ആയിക്കോട്ടെ, ഇവർ നമ്മുടെ വീട്ടിൽ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയുള്ള ഹോം തിയേറ്റേഴ്സ് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവരുടെ എല്ലാ വിശേഷങ്ങളും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമ്മളങ്ങനെ രാവിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി വെള്ളയമ്പലവും കൗടിയാറും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലമുക്ക് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നമ്മൾ വന്നിറങ്ങി കേട്ടോ. അപ്പോൾ അമ്പലമുക്കിൽ ഈ അമ്പലനഗർ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൽ ഈ കാണുന്ന അമ്പലനഗർ റോഡ് എന്ന് പറയുന്ന ഈ ബോർഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ AV ഡിജിറ്റൽ ഹോം സിനിമ ആൻഡ് ഓഡിയോ സൊല്യൂഷൻ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും സൗണ്ടിൻ്റെയും ഒരു ലോകം തന്നെയാണ്. നേരെ അകത്തേക്ക് പോവാം. ഹലോ സാർ, ഹായ്. ഹലോ. അപ്പോൾ പേരെന്താണ് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് പറയാം? പേര് അനീഷ് രവീന്ദ്ര. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോപ്പ്. നമുക്ക് അകത്തോട്ട് പോകാൻ ഒത്തിരി വിശേഷങ്ങളുണ്ട് കാണാൻ. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഇവരുടെ റൂമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വേറെ ലെവൽ ഒരു തിയേറ്റർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വേൾഡിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഡോൾബി അറ്റ്മോസ് THS അൾട്രാ 2 സീരീസിൽപ്പെട്ട തിയേറ്ററാണ് ഇന്ന് നമ്മുടെ ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് വിവരിക്കുന്നുണ്ട് സാർ. അപ്പോൾ എന്താണ് ഈ ഒരു തിയേറ്ററിന്റെ സ്പെഷ്യാലിറ്റി സാർ എന്നെ ഓഡിയൻസിനോട് പറയണം. നമുക്ക് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു സ്പീക്കർ, ആ ഒരു അറേഞ്ച്മെന്റ്സ് അല്ല ഇതിൽ വരുന്നത്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും സ്പീക്കർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കാണാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് കംപ്ലീറ്റ് ഒരു പ്രീമിയം ഫിനിഷ് ഇൻവാൾവ് ടൈപ്പ് സ്പീക്കേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓ, ഇത് സ്പീക്കർ ആയിരുന്നു. ഇത് കണ്ടുകഴിഞ്ഞിട്ട് ഒരിക്കലും മനസ്സിലാവില്ല. ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു പാർട്ടായിട്ട് ഇരിക്കുന്ന പോലെ തന്നെയാണ്. അതെ അതെ, ഇതെല്ലാം ഇൻവോൾവ് സ്പീക്കേഴ്സ് ആണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് നേരത്തെ പോലെ ഇപ്പം നടന്നു പോകുമ്പോൾ തട്ട് അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. അത് മാത്രമല്ല, അത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആർക്കാം എന്ന് പറഞ്ഞ UK കമ്പനിയുടെ ABR ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് നോർമൽ ഉള്ള ABRനേക്കാളും 5 ഇയർ വാറണ്ടി കൂടുതലാണ്, 5 വർഷത്തെ വാറണ്ടി കൂടുതലാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അക്കോസ്റ്റിക് സ്ക്രീനാണ്. ഇതിൽ നമ്മളിപ്പം ഇതിൽ നമ്മളെ ഫ്രണ്ട് സ്പീക്കേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, ഫ്രണ്ട് സ്പീക്കർ കാണാൻ പറ്റുന്നില്ല. ഞാൻ വന്നപ്പോൾ തന്നെ സാറിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിൽ സ്പീക്കർ ഒന്നും നമുക്ക് വിസിബിൾ അല്ല. അപ്പോൾ അത് നമുക്ക് ബിഹൈൻഡ് ദ സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ടിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അത് സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നോർമൽ എങ്ങനെയാണോ സൗണ്ട് കിട്ടുന്ന അതേ ക്ലാരിറ്റിയിൽ തന്നെയാണ് ഇതിൽ LCR വരുന്നത്. ട്രാൻസ്പെറന്റ് ആണ്. പാസ് ത്രൂ ചെയ്യും. നമുക്ക് മൈന്യൂട്ടായിട്ട് ഡോട്ടർ സ്ക്രീനാണ്. നമുക്കത് നോർമൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതെ, ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ചു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ ഒരു കണ്ടന്റ് പ്ലേ ചെയ്തപ്പോൾ ഈ റൂം അക്ഷരാർത്ഥത്തിൽ കിടന്ന് കുലുങ്ങുമായിരുന്നു. അപ്പൊ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്വൂഫറാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം. സാർ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യാം. ശരിക്കും അതിനകത്ത് വരുന്നത് 12 ഇഞ്ച് ക്ലിപ്സിന്റെ സബ്വൂഫറാണ് വരുന്നത്. ഓക്കെ, ശരിക്കും നമ്മുടെ റൂം സൈസ് വെച്ചിട്ടായിരിക്കും സബ്വൂഫറിന്റെ മോഡൽസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ റൂമിന്റെ നമുക്ക് നീളം എത്ര വരുന്നോ അതിനനുസരിച്ചായിരിക്കും സബ്വൂഫർ നമുക്ക് 10 ഇഞ്ചാണോ 12 ആണോ 15 ആണോ, അതിൽ തന്നെ നമുക്ക് SPL സീരീസ് ആണോ RF സീരീസ് ആണോ, അങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എന്താണോ അതിനകത്ത് വരുന്ന സീരീസ് ആ റൂം സൈസ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള സബ്ബായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് എന്ത് ബ്രാൻഡാണ്? ഈ ഒരു ബ്രാൻഡിന്റെ പേരെന്താ? ക്ലിപ്സ് USA ബ്രാൻഡാണ്. അപ്പോൾ ഇതിന്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും സാർ? ഓഡിയൻസ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അറിയാൻ വേണ്ടിയിട്ട്. ഡൈനാമിക് നമുക്ക് വരുന്നത് ഇതിനകത്ത് 12 ഇഞ്ചാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് സ്പെക്ക് വരുമ്പോഴത്തേക്കും ഈ റൂമിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ റൂമിനും അനുസരിച്ചാണ് ഇത് കാലിബ്രേറ്റ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു തിയേറ്ററിലെ പ്രൊജക്ടർ കാണപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോട്ടോ. വൈ ബിക്കോസ് ഭയങ്കര വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സൈസാണ്. അതായത് നമ്മുടെ ഒറിജിനൽ
ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഫിലിം തിയേറ്റേഴ്സ്, അതായത് ടിക്കറ്റ് കൊടുത്ത് സിനിമ കാണുന്ന അതേ ഫിലിം തിയേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ പ്രൊജക്ടിന്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് ചോദിക്കാം. സാറേ, അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും നമുക്ക് നോർമൽ പ്രൊജക്ടറിനെ അപേക്ഷിച്ച് ഇത് നമുക്ക് വരുന്നത് സോണിയുടെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. സാധാരണ ഇപ്പോൾ നമുക്ക് DLB ടെക്നോളജി, അതുപോലെ 3LCD ടെക്നോളജി, LED ടെക്നോളജി, അങ്ങനെ ഒരുപാട് ടെക്നോളജി വരുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ലേസർ ടെക്നോളജിയാണ്. ലേസർ ടെക്നോളജി. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? അഡ്വാൻറ്റേജ് നമുക്ക് പിക്ചർ അത്രയും നല്ല കളർ ഡെപ്ത് നല്ലതായിരിക്കും. ഹീറ്റിംഗ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈം യൂസോ പിന്നെ അതുപോലെ ഇത്ര വർഷം കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ലെൻസ് മാറുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ലേസർ ടെക്നോളജി ആയതുകൊണ്ട് അത്രയും പിക്ചർ നല്ല ഷാർപ്പായിരിക്കും. സോ കളറും അത്രയും നമുക്കൊരു നാച്ചുറൽ കളറായിരിക്കും ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ കളർ ബ്ലാക്ക് ലെവലൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു TV-യിൽ കാണുന്ന ഫീൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. സാർ, ഈ ഒരു പ്രൊജക്ടറൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്? പ്രൈസ് നമുക്ക് വരുന്നത് സോണിയുടെ ES5000 എന്നുള്ള മോഡലാണ്. നമുക്കൊരു 5.5 lakhs ആണ് ഇതിന്റെ MRP വരുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് ഈ ഒരു AV റിസീവർ എങ്ങനെയാണ് കണ്ടന്റ് എടുക്കുന്നത്, അതിന്റെ ഉള്ളിൽ ടെക്നോളജി എന്താണ്, അത് എങ്ങനെയാണ് ആ ഒരു ഇത്രയും ഹൈ റെസൊല്യൂഷൻ കണ്ടന്റ്സ് ഒക്കെ പ്ലേ ആക്കുന്നത്? അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനകത്ത് നമുക്ക് വരുന്നത് ആക്ച്വലി നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം DVD പ്ലെയർ, ബ്ലൂറേ പ്ലെയർ, ഡിസ്ക് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഡിസ്ക് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതുമാത്രമല്ല ബ്ലൂറേക്ക് ആണെങ്കിൽ ഒത്തിരി കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ഇപ്പം കൂടുതൽ എല്ലാവരും സ്ട്രീമിംഗ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രീമിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ആപ്പിൾ TV, NVIDIA ഷീൽഡ്, ഡ്യൂൺ മീഡിയ പ്ലെയർ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് 4K, ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇൻപുട്ട് നമുക്ക് നല്ല എന്താണോ ക്വാളിറ്റി ഇൻപുട്ട് നമുക്ക് സ്ട്രീമിംഗിൽ കിട്ടുന്നത് അത് 100% നമുക്ക് സ്ക്രീനിലോട്ട് തീർച്ചയായിട്ടും എത്തും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്പിൾ TV ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് മറ്റൊരു സംശയമുണ്ട്, നമ്മുടെ ആമസോണിന്റെ ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള AVR ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ആമസോൺ ഫയർ സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മോർ ദാൻ നമുക്ക് ആമസോണിനെക്കാളും ക്വാളിറ്റി എപ്പോഴും ബെറ്റർ ആയിരിക്കും. ആപ്പിൾ TV കുറച്ച് റേറ്റ് വൈസ് കൂടുതലാണെങ്കിലും ക്വാളിറ്റി വൈസ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മറ്റേനേക്കാളും ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണ് അവർ കളർ ടോൺ എല്ലാം നല്ല നാച്ചുറൽ ആയിരിക്കും. പിന്നെ അതുപോലെ പെർഫോമൻസ് ആയാലും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകത ആപ്പിൾ TVക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ AVR-നാണെങ്കിൽ അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്താണ് അതുപോലെ സ്ട്രീം ചെയ്ത് പുറത്തോട്ട് എടുക്കാനുള്ള അത്രയും നല്ല എഫിഷ്യൻസി ഉള്ള പ്രോഡക്റ്റാണ്. നമുക്ക് പ്രോഡക്റ്റ് വാറണ്ടി വരുന്നത് 5 years ആണ് വാറണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് AVR21 നമുക്ക് 9 ചാനൽ വരെയാണ് നോർമൽ യൂസ് വരുന്നത്. പിന്നെ നമുക്ക് എത്ര ചാനൽ വേണമെങ്കിലും അഡീഷണൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ചാനൽസും കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്കിൽ നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഔട്ട് ചെയ്യുന്നതും ഇൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അതെ. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു അറിവിന് വേണ്ടി നമ്മൾ കാണിച്ചാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് നോർമൽ AVR-ലൊക്കെ വരുന്നത് ODC കാലിബ്രേഷൻ എന്നുള്ള ഒരു ടെക്നോളജിയാണ് വരുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ട് ഡെറാക് കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് ബിൽട്ട് ഇൻ വരെയാണ്. അപ്പം നോർമലി നമുക്ക് വരുന്ന ODC കാലിബ്രേഷൻ ഒക്കെ എന്ന് പറയുമ്പോഴേക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് ഇതിനകത്ത് ഡെറാക് കാലിബ്രേഷൻ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് നമുക്കൊരു കുറച്ചുകൂടെ റൂം കറപ്ഷൻ കാര്യങ്ങൾ എല്ലാം ഓട്ടോമാറ്റിക് തന്നെ ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള പ്രോഡക്റ്റിൽ വരുമ്പോൾ അത് പേയ്മെൻ്റ് ആയിരിക്കും, ഇതിൽ വരുമ്പോൾ അത് ബിൽറ്റ് ഇൻ ഫ്രീ ആണ്. അതുമാത്രമല്ല സൗണ്ടിൻ്റെ ക്രിസ്പ്നെസ് അത്രയും ഡീറ്റെയിലിംഗ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നോർമൽ ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഇത് എന്തുകൊണ്ടും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. സാർ, ഇവിടെ വന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞായിരുന്നു ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്പീക്കേഴ്സും ഇതിൻ്റെ ഈ ഒരു തിയേറ്ററിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി ഒരു തിയേറ്ററിന് ഈ ഒരു സ്പീക്കർ സിസ്റ്റവും ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വരുന്നത് എലാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജർമ്മൻ ബ്രാൻഡാണ്. എലാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമുക്ക് സ്റ്റീരിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ഷെൽഫ്സാണ്. അതെ ബുക്ക് ഷെൽഫ് സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഓഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഇപ്പോൾ ഒത്തിരി പേര് നമുക്ക് സിനിമ ഈ പറഞ്ഞ പോലെ വീഡിയോ കാണും പോലെ തന്നെ ഓഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഒത്തിരി ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഡിയോയ്ക്ക് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. സിനിമ കാണുന്നതും മറ്റതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം സിനിമയ്ക്ക് വരുന്ന സ്പീക്കേഴ്സ് ആണെങ്കിലും അതിനുള്ള ആംപ്ലിഫയറും എല്ലാം പ്രത്യേകമാണ്. അപ്പോൾ ഓഡിയോയ്ക്ക് അതുപോലെ നമുക്ക് സ്പെഷ്യലി ഒത്തിരി പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്മൺ, ഓഡിയോ ലാബ്, ഇമോട്ടീവ, മറൈൻസ്, ഡെനോന്റെ ഒക്കെ ഓഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്പീക്കറാണ് ഈ ബുക്ക് ഷെൽഫ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാര്യം ഇത് കാണുമ്പോൾ ഇത്രയാണ് സൈസ് ഉള്ളെങ്കിലും നല്ല രീതിയിൽ വെയിറ്റ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വെയിറ്റ് പോലെ തന്നെയാണ് പ്രൈസ് വരുന്നത്. 1.5 lakhs ആണ് പ്രൈസ് വരുന്നത് ഒരു പെയർ. രണ്ടെണ്ണത്തിന് 1.5 lakh ആണ് അതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും. അതെ. അതിനകത്ത് വരുന്നത് ട്യൂട്ടർ ആണെങ്കിൽ പോലും ഒരു ടെക്നോളജി അതിനകത്ത് വരുന്ന നോർമൽ ട്യൂട്ടർ അല്ല, ഒരു ഹൈബ്രിഡ്, ഒരു പ്രീമിയം ടെക്നോളജിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ശങ്കർ ഇഷോൻ ലോയും അതുപോലെ AR റഹ്മാനും പ്രീതം ചക്രവർത്തി ഒക്കെ ചെയ്യുന്ന ആ മ്യൂസിക് എന്താണ് അവര് വന്ന് നിന്ന് പാടുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. അതെ. അതുകൊണ്ടാണ് ആ ഒരു സ്പീക്കേഴ്സ് അതുപോലത്തെ ഒത്തിരി ബ്രാൻഡ്സുകളുണ്ട്. അതിലൊരു ബ്രാൻഡ് നമുക്ക് എലാക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ഫൈൻ ഓഡിയോ,
പിന്നെ വാർഫഡൈലിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ, അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് എന്താണോ നമ്മൾ സിനിമയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, അതുപോലെ വീട്ടിലിപ്പം ഒരു ലിവിങ് റൂമാണ് അല്ലെങ്കിൽ ബെഡ്റൂമാണ്, ഡീറ്റെയിൽ ആയിട്ട് ഒരു പാട്ട് കേൾക്കണം, അങ്ങനെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. റിക്ലൈനേഴ്സ് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു പ്രീമിയം ബ്രാൻഡുകളാണ്, നമുക്ക് 2 ബ്രാൻഡാണ് ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള കംഫർട്ട് ഒന്നാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻസ് കുറവാണ്. കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരു ലോക്കൽ കുറഞ്ഞ ബ്രാൻഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സ്പ്രിങ് എല്ലാം ആക്ഷൻ ഭയങ്കര ഹാർഡാവും. പക്ഷേ ഇത് പ്രീമിയം ബ്രാൻഡ് ആകുമ്പോഴത്തേക്കും സ്പ്രിങ് ആക്ഷൻസ് നമുക്ക് ഹാർഡാവത്തില്ല. അതുപോലെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് അതിനകത്ത് വരുന്ന മോട്ടറൊക്കെ വരുന്ന ജർമ്മൻ ടെക്നോളജിയാണ്. സോ അത് മോട്ടറൈസ്ഡ് ആണ് അല്ലേ? അതെ, മോട്ടറൈസ്ഡ് ആണ്. മറ്റേ നമുക്ക് മാനുവൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 3 ടൈപ്പ് ഓഫ് ആണ് വരുന്നത്. 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് വരുന്നത് നമുക്ക് തിയേറ്ററിലൊക്കെ കാണുന്ന പുഷ് പാക്ക്, അതാണ് ബേസിക് മോഡൽ വരുന്നത്. അത് അറൗണ്ട് ഒരു 25,000-27,000 ആയിരിക്കും പ്രൈസ് വരിക. നെക്സ്റ്റ് മോഡൽ വരുന്നത് നമുക്ക് മാനുവൽ ടൈപ്പാണ് വരുന്നത്. ഇതേ മോഡലിൽ തന്നെ മാനുവൽ നമുക്ക് കൈവച്ച് ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഇപ്പോൾ താങ്കൾ ഇരിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ആണ്. അതെ, ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ഒരു 40, 45, 50 ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും വരിക. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതിലിരിക്കുന്നത് ഇപ്പോൾ ഒരു വയർലെസ് ചാർജർ ആഡ് ചെയ്യണം, ഫുഡ് ടേബിൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ USB ചാർജർ ആഡ് ചെയ്യണം, എന്ത് വേണോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. മസാജർ വരെ നമുക്ക് ആഡ് ചെയ്യാൻ ഉണ്ട്. എന്ത് വേണോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് വേണോ, ഏത് കളർ വേണോ, ഏത് ഫാബ്രിക് വേണോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ഡോൾബി അറ്റ്മോസ് ഒക്കെ നമുക്ക് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് 2 ഡോൾബി അറ്റ്മോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് 4 6 എങ്ങനെ വേണോ നമ്മുടെ റൂം സൈസ് വെച്ചിട്ട് എങ്ങനെ വേണോ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോൾബി അറ്റ്മോസ് ഇപ്പം മാത്രമല്ല, നമുക്കിപ്പം സൈഡിൽ വെക്കാനുള്ള ഒരു സ്പേസ് കുറവുണ്ടെങ്കിൽ എല്ലാം മുകളിൽ വെച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ വരെ വന്നിട്ടുണ്ട്. സ്പീക്കറുകൾ ഒരുപാട് ടെക്നോളജി ഇപ്പം എല്ലാം നമ്മുടെ ഈ പുതിയ പ്രോഡക്റ്റുകൾ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് ഇറങ്ങും പോലെ തന്നെ നമ്മുടെ സ്പീക്കർ മേഖലയിൽ ഒത്തിരി പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജി ഇറങ്ങുന്നുണ്ട്. സോ അതനുസരിച്ച് അവർക്ക് എന്താണോ അവിടെ ആ റൂമിൻ്റെ ആ ഒരു സൈസ് അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണോ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ടെക്നോളജീസിന്റെ പേര് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. അതിപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇപ്പം ഈ ഒരു ടെക്നോളജിയിൽ വരുന്നത് നമ്മുടെ ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഓറോ 3D എന്ന് പറഞ്ഞ പുതിയൊരു വെർഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ ഒരുപാട് പുതിയ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്ക്രീൻ എത്ര ഇഞ്ചാണ് വരുന്നത്? എത്ര ഇഞ്ച് വരെയുള്ള സ്ക്രീൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? സ്ക്രീൻ ആക്ച്വലി നമുക്ക് ഇതെല്ലാം ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ്. നമ്മൾ ചെയ്യുന്നതല്ല, ആക്ച്വലി ഇതെല്ലാം കമ്പനി തന്നെ ഓരോ ബ്രാൻഡിന്റെ സാധനങ്ങൾ ചെയ്തു വരുന്നതാണ്. അത് നമുക്ക് കുറഞ്ഞ ബ്രാൻഡും ഉണ്ട്, കൂടിയ ബ്രാൻഡും ഉണ്ട്, മിഡ് ആയിട്ട് വരുന്നുണ്ട്. പല ആ ബഡ്ജറ്റ് അനുസരിച്ച് ബ്രാൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 100 ഇഞ്ച് സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക പാറ്റേൺ എടുത്തിട്ടുള്ള US പാറ്റേൺ എടുത്തിട്ടുള്ള ബ്രാൻഡ് ഇതാണ്, ഇതാണ് സ്ക്രീനാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഓരോരോ ബ്രാൻഡ് അനുസരിച്ചായിരിക്കും റേറ്റ് വരിക. ഇപ്പോൾ സൈസ് നമുക്ക് ഒരു 92 മുതൽ 100 110 120 150 ഏത് സൈസ് വേണോ റൂമിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കും. സാർ, ഇപ്പോൾ ഒരു തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കോസ്റ്റിക്സ് ആണ് ഒരു തിയേറ്ററിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ ഉൾപ്പെടെ ഈ ഫ്ലോർ, ഈ വാള്, ഈ റൂഫ് എല്ലാം സൗണ്ട് പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ട്, അക്കോസ്റ്റിക്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും ടെക്നിക്കാലിറ്റി ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് അക്കോസ്റ്റിക് വരുന്നത് ഫസ്റ്റ് വൺ, നമുക്ക് ഒരു റൂം നമുക്കിപ്പം വീട് പണി ചെയ്യുന്ന സമയത്ത് റൂമായിട്ട് അവർ തരിക. ബാക്കി എല്ലാം അതിനകത്ത് വരുന്ന വർക്കുകൾ A to Z നമ്മളായിരിക്കും ചെയ്യുക, AC ഒഴികെ. അതിനകത്ത് അക്കോസ്റ്റിക് വരുന്നത് നമുക്ക് അവരെ ബഡ്ജറ്റ് അനുസരിച്ച് 1 2 3 4 ലെയറായിട്ട് ഇതിനകത്ത് അക്കോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് വരും. ഇപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ആവാം, ഇഷ്ടമുള്ള ഫാബ്രിക് ഉപയോഗിക്കാം. പിന്നെ സൗണ്ട് നമുക്ക് പ്രൂഫ് വേണമെങ്കിൽ സൗണ്ട് പ്രൂഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി നമുക്ക് അക്കോസ്റ്റിക്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ട പോലെയുള്ള ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഹോം തിയേറ്റർ സിസ്റ്റംസ് മാത്രമല്ല, AV റിസീവേഴ്സും അതുപോലെ തന്നെ സൗണ്ട് ആംപ്ലിഫയേഴ്സും ഒക്കെ ഇവരുടെ പക്കൽ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള സിസ്റ്റമാണ്. സാർ, അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ബ്രാൻഡ് ഏതാണ്? ബ്രാൻഡ് നമുക്ക് വരുന്നത് ഡെനോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. മോഡൽ 580 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലാണ്. 5.2 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 5 സ്പീക്കറും 2 സബും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതാണ് ഈ ഒരു 5x130 എന്ന് പറയുന്നത്. അതെ. പെർ ചാനൽ 130 വാട്ട്സ്. പെർ ചാനൽ നമുക്ക് ഏകദേശം ഒരു അറൗണ്ട് ഹൈബ്രിഡ് ചെയ്ത് 130 വാട്ട്സ് ആണ് ഇതിനകത്ത് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് അതുപോലെ തന്നെ ഈ സ്പീക്കർ നമുക്ക് ഏതാണോ ബ്രാൻഡ് ഇതിനകത്ത് ചൂസ് ചെയ്യാം. നമുക്ക് ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള ഏത് ബ്രാൻഡാണോ നമുക്ക് ചൂസ് ചെയ്ത് ബഡ്ജറ്റ് അനുസരിച്ച് റൂം സൈസ് വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെയാണല്ലേ അതിന്റെ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്? അതെ, എല്ലാം തീർച്ചയായിട്ടും പുറകിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ 4K എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ ടെക്നോളജി തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് HDR അതിനകത്ത് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ വരുന്നുണ്ട്.
പിന്നെ നമുക്ക് ഐഫോൺ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിനകത്തോട്ട് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഡോൾബി വിഷൻ, ഡോൾബി ഓഡിയോ, ഒരുവിധമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ബിൽറ്റ് ഇൻ വരുന്ന മോഡലാണ്. അതിന്റെ ബ്രാൻഡ് ന്യൂ വയർ സിസ്റ്റവും അതുപോലെ തന്നെ അതെ തീർച്ചയായും. പിന്നെ ഇത് നമ്മുടെ റേഡിയോ ലഭിക്കാനുള്ള ആന്റീനയാണ് ഈ കാണുന്നത്. അതെ റേഡിയോ വരെ നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും 8K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓണേഴ്സ് മാനുവൽ കാര്യങ്ങൾ എല്ലാം ഈ ബുക്ക്ലെറ്റ് കാര്യങ്ങൾ ഒരു ബ്രാൻഡ് ന്യൂ AV റിസീവർ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ബ്രാൻഡ് ന്യൂ മാത്രമല്ല, നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഡിസ്റ്റ് ഡീലറാണ്, കമ്പനിയുടെ തന്നെ ഓതറൈസ്ഡ് ഡീലറാണ് ഡെനോണ്ടയൊക്കെ. പ്രൈസ് നമുക്ക് വരുന്ന ഒരു 45 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും ഇതിന്റെ പ്രൈസ് വരിക. സാർ, ഡെനോൺ കൂടാതെ ഏതൊക്കെ ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്? ബ്രാൻഡ്സുകൾ നമുക്ക് ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട്. AV റിസീവർ വരുമ്പോഴത്തേക്കും ഇതിപ്പം പൈനിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. പൈനിയറിൻ്റെ 505 എന്നുള്ള ഒരു 9 ചാനൽ ആംപ്ലിഫയർ ആണ്. മറൈൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്. മറൈൻസിന്റെ അത് സിനിമ 50 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലാണ്. അതുപോലെ സിനിമ 60 എന്ന് പറഞ്ഞ മോഡൽ അത് 7.2 ചാനലാണ്. 7.2 ആണ് സിനിമ 60. അതെ സിനിമ 50 വരുമ്പോഴത്തേക്കും 9.2 ആണ്. 9.2. അതെ 60ലും അഡ്വാൻസ്ഡ് ആണ് 50. അതെ തീർച്ചയായിട്ടും 2 ചാനലൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. കുറച്ചുകൂടെ പവർഫുൾ ആണ്. ഫീച്ചേഴ്സ് അതുപോലെ കൂടുതലായിരിക്കും. ഓക്കെ സാർ, ഇപ്പൊ ഇവിടെ വളരെ സ്ലിം ആയിട്ടുള്ള സംഭവം കൊണ്ട് ഇപ്പൊ ഇത് അഡ്വാൻസ് ടെക്നോളജി എന്താ ഇതിന്റെ സ്പെഷ്യൽ? അത് ആക്ച്വലി AV റിസീവർ അല്ല, അത് CD പ്ലെയർ ആണ്. ഡെനോണ്ട് തന്നെ CD പ്ലെയർ നമുക്ക് CD പ്ലെയർ അല്ലേ? അതെ ഇപ്പോഴും ആളുകൾ ഇതൊക്കെ CD പ്ലെയർ ഒക്കെ നമുക്ക് വാങ്ങിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും CD പ്ലെയർ മാത്രമല്ല, പഴയ ടേൺ ടേബിൾ വിനൈൽ റെക്കോർഡ് ഇടാനുള്ള ടേൺ ടേബിൾ വരെ ഈ കമ്പനിയുടെ സാധനം നമ്മൾ കൊടുക്കുന്നുണ്ട് റെഗുലർലി. കാര്യം ആൾക്കാരിൽ ഇപ്പം ഒത്തിരി കളക്ഷൻസ് പഴയ വിനൈൽ റെക്കോർഡ്, പിന്നെ അതുപോലെ ഓഡിയോ കാസറ്റ്, CD പ്ലെയർ, ഓഡിയോ കാസറ്റ് പോലും ഇപ്പം ഇറങ്ങുന്നുണ്ട്. ടിയാക്കിന്റെ സാധനം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുവരെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ ഓഡിയോ പ്രേമികൾക്കും തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെ സാർ, അപ്പോൾ ഈ പൈനിയറിന്റെ ഈ ഒരു മോഡലിന് എന്ത് പ്രൈസ് റേഞ്ച് വരാൻ സാധ്യത? ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് വരുന്നത് നമുക്കത് അത് വരുന്നത് 9 ചാനൽ കോൺഫിഗറേഷൻ ആണ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 1,99,000 1,99,000 രൂപയായിരിക്കും അതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ അതിനകത്തുള്ള ഒരു പ്രത്യേകത, നമുക്ക് സ്ട്രീമിംഗ് എല്ലാം വരുന്നുണ്ട്. സ്പോട്ടിഫൈ, ടൈഡൽ, പിന്നെ ആമസോൺ മ്യൂസിക്, അതുപോലെ നമുക്ക് അതിനകത്ത് തന്നെ അവരെ ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് ബിൽറ്റിന് വരുന്നുണ്ട്. 8K വരെ സപ്പോർട്ടഡ് ആണ്. 8K വരെ സപ്പോർട്ടഡ് ആണ്. നല്ല അത്യാവശ്യം ഇപ്പോഴത്തെ ടോപ്പ് മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മറാൻസിന്റെ പ്രൈസ് എങ്ങനെയാണ്? സിനിമ 50യുടെ പ്രൈസ് എങ്ങനെയാണ്? സിനിമ 50 വരുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 254 254 MRP വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ MRP റേറ്റ് ആണ്. തീർച്ചയായിട്ടും ഇതിനകത്തെല്ലാം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. പ്രൈസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും അല്ലേ? അതെ, ഡിസ്കൗണ്ട് നമുക്ക് കസ്റ്റമറെ ഇത് നോക്കിയിട്ട് അവരെ എടുക്കുന്ന പാക്കേജ് എല്ലാം ക്ലബ് ചെയ്തായിരിക്കും ഡിസ്കൗണ്ട് വരിക. അതുപോലെ സിനിമ 60 എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? സിനിമ 60 വരുമ്പോഴത്തേക്കും പ്രൈസ് 1,87,000 1,87,000 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഇത് മറാൻസിന്റെ മറ്റൊരു മോഡലാണോ? അതെ അത് 1510 എന്ന് പറഞ്ഞ 5.1 മോഡലാണ്. ആ പ്രൈസ് റേഞ്ച് കുറച്ച് കുറവാണ്. പക്ഷെ നമുക്ക് അതിൽ 5 ചാനൽ കോൺഫിഗറേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു 1.5 lakhs ഒക്കെയാണ് അറൗണ്ട് പ്രൈസ് വരുന്നത്. അത് ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്, അതായത് നമ്മുടെ കേരളത്തിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈബ്രന്റ് കമ്പനീസിന്റെ പ്രൊജക്ടേഴ്സ് എവിടെ ലഭിക്കുന്നു? അതിനുള്ള ഒരേ ഒരു ഉത്തരം നമ്മുടെ ഈ ഒരു ഷോപ്പാണ്. ഇവിടെ എല്ലാ ബ്രാൻഡിലുള്ള, അതായത് വേൾഡിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ് പ്രൊജക്ടേഴ്സും അവരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്ടർ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ, ഇത് LG ആണ് അല്ലേ? അതെ തീർച്ചയായും. LGയുടെ നമുക്കിപ്പം ഹൈബ്രിഡ് വരുന്ന LED ഹൈബ്രിഡ് ലേസർ ടെക്നോളജിയാണ്. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പിക്ചർ കിട്ടുന്നതിനേക്കാളും പിക്ചർ ഡെപ്തും ഷാർപ്പും നല്ലതായിരിക്കും. അപ്പോൾ സാധാരണ നമുക്കിപ്പം കണ്ടു വന്നിരുന്ന നേരത്തുള്ള മോഡൽസിനെ അപേക്ഷിച്ച് കളർ ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ LGയുടെ ഇന്റർഫേസ്, നമുക്ക് ടിവിയുടെ ഇന്റർഫേസ് വരുന്ന അതേ സെയിം ഇന്റർഫേസ് തന്നെയാണ് ഇതിന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു TV ഉപയോഗിക്കും പോലെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. LGയുടെ TVയിൽ എന്താണോ റിമോട്ട് അതേ സെയിം റിമോട്ട് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്കൊരു TV യൂസ് ചെയ്യും പോലെ വീട്ടിനകത്താണെങ്കിലും ലിവിങ് ഏരിയ ആണെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. ഏതൊക്കെ ബ്രാൻഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ? ബ്രാൻഡ്സ് നമുക്ക് LG മാത്രമല്ല, നമുക്ക് എപ്സോൺ വരുന്നുണ്ട്, ബാൻക്യൂ, ഒപ്റ്റോമ, ബ്യൂസോണിക്, അതുപോലെ നമുക്ക് JVC, സോണി, ഏകദേശം നമുക്ക് ലീഡിംഗ് ആയിട്ട് ഇന്ത്യയിൽ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ ബ്രാൻഡ്സുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സാർ, അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ചോദിക്കാനുണ്ട്. അപ്പോൾ ചില ആളുകൾ ലിമിറ്റഡ് സ്പേസിൽ പ്രൊജക്ടർ സെറ്റ് ചെയ്യും. ഷോ ത്രൂ ആയിട്ടുള്ള പ്രൊജക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. കാര്യം നമുക്ക് അൾട്രാ ഷോർട്ട് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന മുകളിൽ വയ്ക്കുന്ന പ്രൊജക്ടറിൽ തന്നെ നമുക്ക് അൾട്രാ ഷോർട്ട് ത്രോ ടോപ്പിൽ വെച്ച് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന സൈസ്, അതായത് വളരെ നമുക്ക് അടുത്ത് വെച്ച് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസുകൾ വരുന്നുണ്ട്. അൾട്രാ ഷോർട്ട് ത്രോ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് TV പോലെ നമുക്ക് എന്താ പറയുക, താഴെ ഒരു TVയുടെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ തന്നെ വെച്ച് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അൾട്രാ ഷോർട്ട് ത്രോയും വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ LGയുടെ മോഡൽസുകളുണ്ട്, എപ്സോണിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്,
അപ്പോൾ അതിനകത്ത് നമുക്ക് സ്ക്രീന് വരിക, അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനി ഗ്രേ വരുന്നുണ്ട്, CLR ALR. അപ്പോൾ അങ്ങനെ പുതിയ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രീനുകളും ടെക്നോളജി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് ടവർ സ്പീക്കറാണ്, ഫ്ലോർ സ്റ്റാൻഡിങ് വരുമ്പോഴത്തേക്കും ഇത് ഫൈൻ ഓഡിയോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, സ്കോട്ട്ലാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ബ്രാൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഫൈൻ ഓഡിയോ. ക്വാളിറ്റിയും അതുപോലെ തന്നെയാണ്, ഫിനിഷിങ് അതുപോലെ തന്നെയാണ്. നമുക്കിതിനകത്ത് 2 ഡ്രൈവറാണ് വരുന്നത്, ട്യൂട്ടർ 1. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. നമുക്കത് ഫ്രണ്ടിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റും സിനിമ തിയേറ്ററുകൾ നമുക്ക് ഇപ്പം ഹോം തിയേറ്റർ സെഗ്മെൻറ്റിൽ വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലും റൈറ്റിലും ഉപയോഗിക്കാം. പ്ലസ് ഇതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മ്യൂസിക് പർപ്പസിന് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഫൈൻ ഓഡിയോ. അതിന് ഇൻപുട്ട്സ് ആണ് ഈ വരുന്നത് അല്ലേ? അതെ. അത് നമുക്ക് ബൈ വയറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. സ്പെഷ്യലി ഒരു നല്ല മോഡലാണ് അത്. നമുക്ക് ചില ബ്രാൻഡ്സിനൊന്നും ഫിനിഷിംഗ് ഒന്നും ഇത്ര ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സ്പീക്കറിൻ്റെ ഒരു ഫിനിഷിംഗ് തന്നെ ഭയങ്കര ഒരു ലുക്കും ആ ഒരു വാൾനട്ട് കളറും എന്തുകൊണ്ടും തീർച്ചയായിട്ടും നല്ലൊരു മോഡൽ തന്നെയാണ്. ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല അതിൻ്റെ കവേഴ്സ്, അതേ സ്പീക്കേഴ്സിന് കവേഴ്സ് ഉണ്ട്. ആ കവറാണ് ഈ കാണുന്നത്. അതെ. മാഗ്നറ്റിക് ആണ്. അതിനകത്ത് നമുക്ക് 2 ടൈപ്പാണ് വരുന്നത്. മുകളിലും താഴെയും കൂടെ ആയിട്ട് 2 ഇതായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഇരുന്നൂട്ടോ. ഇവൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് അതെ. അതിപ്പോൾ എല്ലാം ഇവിടെ ഈ ഒരു പോർഷനിലും ഉണ്ട്. അതെ. എല്ലാം ടോട്ടലി നമുക്കൊരു എല്ലാം ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് ഓങ്ക്യോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.1 പാക്കേജ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ഹോം തിയേറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോട് നമുക്ക് ചോദിക്കാം. സാർ, അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഓൺകെയുടെ 5.1 ഹോം തിയേറ്റർ സിസ്റ്റം. ഇപ്പം ചില സൈറ്റുകളിൽ നമുക്ക് ഈ സ്പേസ് കൺസേൺ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാര്യം ഇതിന്റെ സ്പീക്കേഴ്സ് വരുന്നത് സാറ്റലൈറ്റ് സ്പീക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് വലിയ സ്പേസ് വേണ്ട, എല്ലാം നമുക്ക് വാൾ മൗണ്ടിങ് തന്നെ ചെയ്യാൻ പറ്റും. വയർലെസ് ആണോ സംഭവം? അല്ല, വയർഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് വാൾ മൗണ്ടിങ് സ്പേസ് ഒരുപാട് നമുക്ക് വേണ്ടി വരത്തില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് തന്നെ ബിൽറ്റിൻ എല്ലാ സ്പീക്കേഴ്സ്, സബ് ഊഫർ എല്ലാം നമുക്ക് ഒറ്റ പാക്കേജിൽ തന്നെ വരും. പിന്നെ നമുക്ക് HDMI ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം നമുക്ക് ആ സാധാരണ നോർമൽ AV റിസീവർ 5.1 ആണ് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് വിർച്വലായിട്ട് വരുന്നുണ്ട്, DTS X വരുന്നുണ്ട്, ഡോൾബി വിഷൻ, പിന്നെ 4K HDR, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് മൊബൈലിൽ നിന്നൊക്കെ പെയർ ചെയ്ത് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് എല്ലാ സ്പീക്കറിലും നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. എത്ര വാട്ട്സ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് വാട്ട്സ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 75-85 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതെല്ലാം ഹൈബ്രിഡ് ആയിട്ടാണ് വർക്ക് ആവുന്നത്. അതുകൊണ്ട് ഒരു ആ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുക. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു 12 അടി 13 അടി ആ ഒരു റൂം സൈസ് വെച്ചിട്ടാണ് ഇതെല്ലാം ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഒരു 13 അടി വരയ്ക്കും ധാരാളം നമുക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് ഇതിന്റെ 5 സ്പീക്കേഴ്സ് സബ്വൂഫർ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ്. അതെ. നമുക്ക് ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഈ ഒരു AV റിസീവറിലേക്ക് നമുക്ക് മറ്റുള്ള പവർ കൂടിയ ഒരു സ്പീക്കർ നമുക്ക് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. നമുക്കിപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് എല്ലാം സാറ്റലൈറ്റ് സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം നമുക്കിപ്പോൾ നേരത്തെ കണ്ട പോലെ ഒരു ഫ്ലോർ സ്റ്റാൻഡിംഗ് മോഡലുള്ള 2 ടവറും ഒരു സെൻട്രൽ സ്പീക്കറും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു ഡീറ്റെയിലിംഗ് കിട്ടും ഇതിനകത്ത് തന്നെ. സാർ, അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 70-75 റേഞ്ച് ആയിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരും. ഇപ്പോൾ വീട്ടിലൊരു ഹോം തിയേറ്റർ വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡൽസിൽ ഒന്നാണ് ഇത്. ഇതുപോലത്തെ കുറച്ച് മോഡൽസും കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബ്രാൻഡ് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതേ മോഡലിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഓൺക്യോ എന്ന് പറഞ്ഞാൽ USA ബ്രാൻഡാണ്. അതിൽ തന്നെ നമുക്ക് പൈനിയർ വരുന്നുണ്ട്. പൈനിയറിനും ഈ പറയുന്ന സെയിം സ്പെക്കിൽ വരുന്ന ഇതേ മോഡലിൽ തന്നെ ബ്രാൻഡ് മാത്രം മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. സ്പെക്ക് ബാക്കി സബ് ഓഫർ ഇൻക്ലൂഡിങ് വരുന്ന ഏകദേശം പ്രൈസ് റേഞ്ചിൽ ഇതേ വരുന്ന നമുക്ക് പൈനിയറിൽ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് അതുപോലെ ഡെനോൺ ബ്രാൻഡ് വരുന്നുണ്ട്. ഡെനോണിൽ നമുക്ക് AVR മാത്രമാണ് വരുന്നത്. പ്ലസ് സ്പീക്കർ നമുക്ക് ഈ പറയും പോലെ അഡീഷണൽ നമുക്ക് പോൾക്കോഡിയുടെ തന്നെ സ്പീക്കറും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ പാക്കേജ് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് എങ്ങനെ വേണം ക്ലബ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഒരു പാക്കേജ് വരുമ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് വൈസ് വളരെ കുറവായിരിക്കും. സാർ, അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമുക്ക് വയർലെസ് സ്പീക്കേഴ്സ് ആൻഡ് സബ്വൂഫേഴ്സ് അങ്ങനത്തെ ഒരു കാറ്റഗറി നമുക്ക് അവൈലബിൾ ആണോ? ഇല്ല, നമ്മുടെതെല്ലാം കൂടുതലും ഒരു പ്രൊഫഷണൽ മോഡലായിട്ട് വരുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ട് എല്ലാം വയർഡ് തന്നെ ആയിരിക്കും കൂടുതലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോസ്ലെസ് ഓഡിയോ ലഭിക്കാൻ വേണ്ടി എപ്പോഴും വയർഡ് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അങ്ങനെ ഒരു വയർലെസ് ഒരു സിസ്റ്റത്തിലോട്ട് പോകണമെങ്കിൽ സൗണ്ട് ബാർ പോലത്തെ നമ്മുടെ ബ്രാൻഡുകളിൽ തന്നെ പോൾക്കോഡിയോ ക്ലിപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡുകളിൽ തന്നെ നമുക്ക് ഇപ്പം ലിവിംഗ് റൂം കൺസെപ്റ്റോ അല്ലെങ്കിൽ അവിടെ ഒരു സൗണ്ട് ബാർ ആണ് വേണം, എന്നാൽ പ്രീമിയം ആയിരിക്കണം, അങ്ങനെയുള്ളൊരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോൾക്കോഡിയോയ്ക്കും ക്ലിപ്സിനും എല്ലാം സൗണ്ട് ബാർ ഉണ്ട്. അതിൽ ബാക്കിൽ വരുന്ന സറൗണ്ട് നമുക്ക് 1-2 പേര് വയർലെസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ ഹൈ എൻഡ് തിയേറ്റേഴ്സ് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ സിസ്റ്റവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാർ, അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും? ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പൈനിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് പോൾക്കോഡിയോ, ക്ലിപ്ഷ്, വാർഫഡൈൽ എല്ലാ ബ്രാൻഡിലും നമുക്ക് സൗണ്ട് ബാർ. കാര്യം ഇപ്പം വീടുകളിൽ തിയേറ്റർ ചെയ്യുന്നവർക്ക് തന്നെ ഇപ്പോൾ ഒരു ലിവിംഗ് റൂം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവിടത്തേക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം, അവിടെ സ്പേസ് കൺസേൺ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ അവർക്കൊരു ചെറിയ ഇതുപോലെ ഒരു സൗണ്ട് ബാർ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കൊരു 15,000 മുതൽ ഒരു 15,000 മുതൽ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ 25,000, 35,000, 45 അങ്ങനെ റേഞ്ച് പല ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഓരോ ബ്രാൻഡിൻ്റെ റേറ്റ് മാറ്റം ഉണ്ടായിരിക്കും. എല്ലാ മോഡൽസും ഉണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ സൗണ്ട് ബാറിൽ തന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ബാറും ഒരു സബ് മാത്രമായിരിക്കും വരിക. ഇപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ 5.1, 7 ചാനൽ, 9 ചാനൽ, 11 ചാനൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഒത്തിരി സ്പീക്കേഴ്സും ഒരുപാട് കോൺഫിഗറേഷനുള്ള ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കാണുന്നത് സ്പീക്കർ സിസ്റ്റം ആണ് കേട്ടോ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ സ്പീക്കർ സിസ്റ്റത്തിന്റെ പാക്കേജ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് സാറേ? ഇത് നമുക്കിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റ്മോസ് സ്പീക്കറാണ്. അറ്റ്മോസ് സ്പീക്കർ തന്നെ പല ബ്രാൻഡും പല സൈസും വരുന്നുണ്ട്. ഇത് നമുക്ക് ക്ലിപ്ഷിന്റെ CS18C എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് 16C, പിന്നെ പ്രോ സീരീസ്, അതിന് നമുക്ക് റൂമിന്റെ സൈസ് അനുസരിച്ചായിരിക്കും സ്പീക്കർ വരിക. അപ്പോൾ ഓരോരോ ബ്രാൻഡിനും ഓരോരോ ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും വരിക. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് തന്നെ സ്പീക്കറിൽ ഇതിൻ്റെ ബുക്ക് ഷെൽഫ്, ഫ്ലോർ സ്റ്റാൻഡിങ്, സെൻട്രൽ സ്പീക്കർ മാത്രം എങ്ങനെ വേണോ നിങ്ങൾക്ക് കസ്റ്റം ചെയ്ത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഈ കാണുന്ന സ്പീക്കർ നമ്മൾ ജസ്റ്റ് ഒരു ബോക്സിൽ നിന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുവാണ്. ഓക്കെ, ആക്ച്വലി ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പീക്കറാണ്. നോർമലി നമുക്ക് സാധാരണ കടകളിൽ കിട്ടുന്ന പോലെയുള്ള സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരിക്കലല്ല. മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ട പൈനിയറിന്റെ ഒരു ഹോം തിയേറ്റർ പോലെ എനിക്ക് അതാണ് പറയാനുണ്ടായിരുന്നത്. അതായത് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ സാധാരണ കടയിലൊക്കെ ഒരുപാട് ഹോം തിയേറ്റേഴ്സും സൗണ്ട് ബാറൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ ലഭിക്കുന്ന ഓരോ സാധനത്തിന്റെയും സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. കണ്ടോ, ഈ ഒരു സ്പീക്കറിന്റെ ഒക്കെ ആ ഒരു കമ്പോണൻസ് നിങ്ങളൊന്ന് നോക്കുക. ആ ഒരു കമ്പോണൻസിന്റെ ആ ഒരു ക്വാളിറ്റിയും അതിന്റെ മേക്കും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളെല്ലാവരും പല രീതിയിലുള്ള JBLന്റെ പോലെയുള്ള എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഒറിജിനൽ JBL പോലെയുള്ള സംഭവങ്ങൾ ലഭിക്കുമെന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് പലരും അങ്ങനെയുള്ള സബ് വൂഫേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്പീക്കർ കാണാൻ വേണ്ടി പോകുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് ഇന്റർനാഷണൽ മോഡൽ ഓഫ് എ സ്പീക്കർ. പ്രൊഫഷണാലിറ്റിയും അതിന്റെ മൗണ്ടിങ്ങും ക്ലാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ. ആ മാഗ്നറ്റും അതിന്റെ കോഴ്സൊക്കെ നോക്കിക്കേ, വേറെ ലെവലല്ലേ. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പോലെയല്ല. ആ ഒരു എയർ പുഷിങ് തന്നെ വേറൊരു രീതിയിലാണ് കേട്ടോ. അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു പ്ലേസ്മെന്റും കാര്യങ്ങളും ഇവിടെയൊക്കെ ഡബിൾ ലെയേർഡും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഇതാണ് ഒരു ഒറിജിനൽ സ്പീക്കർ. അപ്പോൾ അതിന്റെ ഡയമീറ്റർ എത്രയാണ് സാറേ വരുന്നത്? നമുക്ക് ഇത് CS16C എന്ന് പറഞ്ഞ മോഡലാണ്. 16 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് 2-3 വേരിയന്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് 18C, അതുപോലെ 6.5, അങ്ങനെ പല പല മോഡൽസിനും പല പല റേഞ്ച് ആയിരിക്കും വരിക. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇത് നമ്മുടെ നേരത്തെ കണ്ട പോലെ തന്നെ ക്ലിപ്ഷിന്റെ അറ്റ്മോസ് സ്പീക്കറാണ് വരുന്നത്. CS18C എന്ന് പറഞ്ഞ നമുക്ക് 8 ഇഞ്ച് ഡ്രൈവാണ് വരുന്നത്. പിന്നെ അത് വരുന്നത് CS16C എന്ന് പറഞ്ഞ മോഡലാണ്. കുറച്ചുകൂടെ സൈസ് കുറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് വരുന്നത് ഇത് പോൾക്കിന്റെ ഫ്യൂഷൻ സീരീസിൽ വരുന്ന ടവേഴ്സ് ആണ്. ഫ്ലോർ സ്റ്റാൻഡിംഗ് ആണ്. ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കറാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള മോഡൽ തന്നെയാണ്. ഇത് വാർഫഡൈലിൻ്റെ DFS എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈപ്പോളർ ടൈപ്പ് സറൗണ്ടിങ് ആണ്. ബൈപ്പോളറിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് സറൗണ്ടിങ് ഒക്കെ ആ ഒരു ഡീറ്റെയിലിംഗ് കറക്റ്റ് സറൗണ്ട് ആയിട്ട് തന്നെ കിട്ടും. നോർമൽ നമ്മുടെ ഒരു ബുക്ക് ഷെൽഫൊക്കെ വരുമ്പോഴത്തേക്കും സറൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ വളരെ കുറവ് തോന്നും. ഇതിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ഇത് ടാഗ സബ് വൂഫറാണ്. ടാഗ ഹാർമോണി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പ്രൈസ് റേഞ്ച് ഒരു 25 to 30 അതിനകത്തേക്ക് വരത്തുള്ളൂ. അഫോർഡബിൾ ആണ്. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ പോൾക്കോഡിയുടെ HTS10 എന്ന് പറഞ്ഞ മോഡലൊക്കെ ചൂസ് ചെയ്യാം. അതൊരു 40-45 റേഞ്ച് വരുമായിരിക്കും. പിന്നെ ഇതെല്ലാം നമ്മുടെ ക്ലിപ്ഷിൻ്റെ സബ് വൂഫേഴ്സാണ് വരുന്നത്. R120, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് SPL 150, 120, അങ്ങനെ ഒരുപാട് കാറ്റഗറി നമുക്ക് വരുന്നുണ്ട്. എല്ലാ മോഡലിനും നമുക്ക് ഓരോരോ പ്രൈസ് റേഞ്ച് ആ ഒരു ബഡ്ജറ്റ് ആയിരിക്കും തിരഞ്ഞെടുത്തായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. അത് നമുക്ക് സബ് വൂഫറാണ്. ആക്ച്വലി ഇത് കുറച്ച് പ്രീമിയം സബ് വൂഫറാണ്. വാർഫഡൈലിൻ്റെത് 15 ഇഞ്ച് സബ് വൂഫറാണ്. അറൗണ്ട് ഒരു 1 lakh സംതിങ് ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു റൂമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 15 ഇഞ്ചിൻ്റെ സൈസ് ആവശ്യം വരും. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഈ സബ് വൂഫർ എടുക്കും. അതെ 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 അതെ. അപ്പോൾ അത് നമുക്ക് ഹെക്കോടെ തന്നെ അറ്റ്മോസ് സ്പീക്കറും സെൻട്രൽ സ്പീക്കറും അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മോണിറ്റർ ഓഡിയോയുടെ മാഗ്നറ്റിൻ്റെ മോണിറ്റർ ഓഡിയോ 220 എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമുക്കിപ്പം TV എന്നൊക്കെ ഒപ്റ്റിക്കൽ ഔട്ടോ അങ്ങനെയൊക്കെ ഡയറക്റ്റ് ബ്ലൂടൂത്തോ ഒക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽസാണ്. പിന്നെ ഇലാക്കിൻ്റെ അറ്റ്മോസ് സ്പീക്കറും നമുക്കിപ്പം ഡബിൾ ട്യൂട്ടർ ടെക്നോളജി പുതിയൊരു മോഡൽ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IC61 എന്ന് പറഞ്ഞ മോഡലാണ്.
അത് നമുക്ക് വരുമ്പോഴത്തേക്കും ഡബിൾ ട്യൂട്ടർ ടെക്നോളജിയാണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും സൗണ്ടൊക്കെ. ചെറിയതെല്ലാം നമുക്ക് സ്ക്രീനാണ് വരുന്നത്. സ്ക്രീനുകൾ നമുക്ക് എല്ലാ സൈസും നമുക്ക് ഒട്ടുമിക്ക മോഡൽസ് എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പം 92 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 110 120 ഏത് സൈസ് വേണോ, ഏത് വേണ്ടോ, CLR, ALR, അക്കോസ്റ്റിക്, പെർഫറേറ്റഡ്, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാം ഒട്ടുമിക്ക മോഡൽസ് എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ടാവും. ഇത് നമുക്ക് വരുന്നത് പോൾക്കോഡിയുടെ നേരത്തെ കണ്ട നമ്മുടെ 5.1 AVRലൊക്കെ ഉപയോഗിക്കുന്ന 5.1 സിസ്റ്റമാണ്. അങ്ങനെ നമുക്ക് 5 സ്പീക്കറും സബും കൂടെയാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് ഒരു 55 റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല ഡീറ്റെയിലിംഗ് തരുന്ന ഒരു മോഡലാണ്. പിന്നെ പോൾക്കോഡിയുടെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ അറ്റ്മോസ് സ്പീക്കറുകളാണ് ഇതെല്ലാം. ഇത് RC80 8 ഇഞ്ചാണ്, മറ്റേത് വരുമ്പോഴത്തേക്കും 60i 6 ഇഞ്ചാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലിപ്ഷനൊക്കെ അപേക്ഷിച്ച് ഒരു അല്പം കുറവാണെങ്കിലും ക്വാളിറ്റി ഒട്ടും മോശം ഇല്ലാത്ത നല്ല ബ്രാൻഡ്, USA ബ്രാൻഡ് തന്നെയാണ് എല്ലാം 3 വർഷം വാറണ്ടി വരുന്ന ബ്രാൻഡും കൂടെയാണ്. ഇത് നമുക്ക് ക്ലിപ്ഷൻ്റെ CS16C എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവാൾവ് സ്പീക്കറാണ്. ഇൻവാൾവ് സ്പീക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട ഒരു ഹോം തിയേറ്റർ മുറിയിൽ കണ്ടതിൻ്റെ കുറച്ചുകൂടെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം നമുക്ക് അക്കോസ്റ്റിക്കിനകത്ത് പോകുന്ന ടൈപ്പാണ്. പക്ഷേ കുറച്ചുകൂടെ കാണാനൊരു എലിഗൻറ്റ് ലുക്കും നല്ല ഒരു പ്രീമിയം ടച്ചും ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ വരുന്ന ബുക്ക് ഷെൽഫൊക്കെ മാറി ഇപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസ് എല്ലാം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ഒരു വാൾ മൗണ്ടിങ്ങിന്റെ ഉള്ളിലിരിക്കുമ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് നമുക്ക് ക്വാളിറ്റി വൈസ് എല്ലാം മറ്റത് ഇതും ഏകദാണ്ട് സിമിലർ തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് സ്ഥലം കൺസൈൻ ഒരുപാട് നമുക്ക് മാറിക്കിട്ടും. ഇത് നമുക്ക് കഫിൻ്റെ T സീരീസ് ആണ്. T സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ലിവിംഗ് റൂം കൺസെപ്റ്റിലൊക്കെ വരുന്ന സാധനമാണ്. ഭയങ്കര സ്ലിമ്മാണ്. സ്പീക്കർ വരുമ്പോഴത്തേക്കും വളരെ സ്ലിമ്മാണ്. നമുക്ക് സ്റ്റാൻഡ് ഇതിൻ്റെ അകത്ത് കൂടെ ബിൽറ്റിൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വാൾ മൗണ്ടിങ്ങിൽ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാൻഡായിട്ട് വെക്കാനോ എങ്ങനെ വേണോ യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ്. 3 years വാറണ്ടിയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇവർ അത്രയും സ്ലിം സ്പീക്കറിൽ നിന്ന് ഇത്രയും ആ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. അത്രയും വളരെ ഡീറ്റെയിലിംഗ് ആണ് അത് തരുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ ഈ പറയും പോലെ ആക്സസറീസ്, എല്ലാ ആക്സസറീസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് പ്രൊജക്ടർ മൗണ്ട് ആയിക്കോട്ടെ, ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് HDMI കേബിൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സബ് ഊഫർ കേബിൾ ആയിക്കോട്ടെ, പിന്നെ സ്പീക്കർ കേബിള്, പ്രൊജക്ടർ മൗണ്ട്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ആക്സസറീസും നിങ്ങൾക്കിപ്പം ഈ പ്രോഡക്റ്റ് ഇപ്പം സപ്പോസ് ഈ പറഞ്ഞ ആംബോ സാധനങ്ങളോ എന്തെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്നു, നമുക്കൊരു സ്ട്രീമിംഗ് ഡിവൈസ് മാത്രമാണ് ആവശ്യം. തീർച്ചയായിട്ടും ഒരു ആപ്പിൾ TV ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രീമിംഗ് ഡിവൈസ്, ഡ്യൂൺ മീഡിയ പ്ലെയർ ആയിക്കോട്ടെ, എനി പ്രോഡക്റ്റിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്ഥിതി ചെയ്യുന്ന AB ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഹോം തിയേറ്റർ ഷോപ്പിന്റെ സ്പെഷ്യാലിറ്റി. നമ്മുടെ കേരളത്തിലെ നമ്പർ 1 ഹോം തിയേറ്റർ ഡീലറാണ്. ഇവരൊരു മാനുഫാക്ചർ കൂടിയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ലാഭത്തിൽ നമുക്ക് ഹോം തിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഈ കാണുന്ന AB ഡിജിറ്റൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കേപ്പബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സാർ, അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ നമുക്ക് എവിടെയാണ് വരുന്നത്? നമുക്കത് തിരുവനന്തപുരം കവടിയാറിന്ന് അമ്പലമുക്കിലേക്ക് വരുന്ന വഴിക്കാണ് ഈ സ്ഥാപനം വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. സാർ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും പൊതുജനങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും വരുന്നത്. സോ മസ്റ്റായിട്ടും മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ആൻറ്റിൽ ദെൻ ബൈ ബൈ.